എബ്രായ ഭാഷയുടെ 22 അക്ഷരമാല ചേർത്ത് ഓരോ അക്ഷരത്തിൻ്റെയും കീഴിൽ 8 വാക്യങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. 176 വാക്യങ്ങൾ അടങ്ങുന്ന ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ, ന്യായങ്ങൾ, വിധികൾ ഇവയെക്കുറിച്ചെല്ലാം എഴുതിയിരിക്കുന്നു. അത് പ്രമാണിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും എന്തിന് നാം പ്രമാണിക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇത് ഏതു വിധത്തിൽ നമ്മെ സഹായിക്കും എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 119 സങ്കീർത്തനം 30 വാക്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കും. അപ്പൊ ലജ്ജിക്കാത്ത ഒരു ജീവിതം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഹൃദയം ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കം ആയിരിക്കണം. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് വിജയകരമായ ജീവിതമാണ്. ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് വിജയം ആവശ്യമായിരിക്കുന്നത്? പാപത്തിൻ്റെ മേൽ നമുക്ക് വിജയം ആവശ്യമാണ്. നമ്മൾക്ക് പരീക്ഷകളും വരുമ്പോൾ അതിൻ്റെ മേൽ നമുക്കൊരു വിജയം ആവശ്യമാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ എന്ന് വെച്ചാൽ നമ്മുടെ ജോലി സ്ഥലത്ത്, വീട്ടിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം, എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ അതിൻ്റെ ശുശ്രൂഷകൾ എല്ലാം തന്നെ വിജയകരമായി നാം ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ സന്തോഷം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെ ഈ മേഖലകളിലൊക്കെ നമുക്ക് വിജയിക്കാം. നമ്മളെ വിജയിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ ചട്ടങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയത്തിലായി തീരുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിൽ അവയെ നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ ആഗ്രഹിച്ച് ഒരു വിജയകരമായ ജീവിതം ദൈവത്തിൽ നിന്ന് നൽകിത്തരണമേ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായി അവനിൽ ആശ്രയിക്കുക. നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ വിശ്വാസത്താൽ നമ്മൾ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് അവൻ നമ്മളുടെ രക്ഷകനും കർത്താവുമായി തീർന്നു. വിശ്വസിച്ച് ആശ്രയിച്ചാണ് അത് നമുക്ക് ലഭിച്ചത്. അതേപോലെ തന്നെ വിജയകരമായ ജീവിതത്തിന് പൂർണ്ണമായിട്ടുള്ള ദൈവത്തോടുള്ള ആശ്രയബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവമേ, എനിക്ക് വിജയം തരണം, ഞാൻ ജയിക്കണം, പാപത്തിൻ്റെ മേൽ എനിക്കൊരു ജയം വേണം. എൻ്റെ പരീക്ഷണങ്ങളുണ്ട്, എൻ്റെ പരീക്ഷകളുണ്ട്. പരീക്ഷണവും പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം, ചിലത് നമ്മളുടെ സ്വയ താല്പര്യത്തിൽ നിന്നുണ്ടായി പോകുന്നതാണ് പരീക്ഷണങ്ങൾ. പരീക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ വിജയങ്ങൾക്ക് വേണ്ടിയും ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയും ദൈവം തരുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടിലും നമുക്കൊരു ജയം ആവശ്യമാണ്. ശുശ്രൂഷ എന്നുദ്ദേശിച്ചിരിക്കുന്നതും നമ്മൾ പലർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് സ്നേഹത്തോടും സന്തോഷത്തോടും സമർപ്പണത്തോടും കൂടെ നാം ചെയ്യുമ്പോൾ, പരാതിയില്ലാതെ പരിഭവമില്ലാതെ നാം ചെയ്യുമ്പോഴാണ് അവിടെയും വിജയകരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്.